ആറ്റുവാള അക്വേറിയം ആൻഡ് പെറ്റ് ഷോപ്പ്. ആരാണ്? ആറ്റുവാള. ഹലോ, മീനുണ്ടോ? മീനുണ്ട്. പൂച്ചയുണ്ടോ? പൂച്ചയുണ്ട്. ആ മീനിനെ പൂച്ച പിടിക്കാൻ നോക്കണേ. ആരാടാ ഇത്? കുറച്ച് നാളോട്ട് വിളിച്ച് കളിയാക്കിയാണല്ലോ. മുതലാളി ഇങ്ങ് വരട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നോക്കും. അവൻ പിന്നെ വിളിക്കുന്നത്. പണിയുണ്ട്. ഹലോ ഹലോ ആ ഹലോ, മീനുണ്ടോ? മീനില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ആ മീനെ പൂച്ച പിടിക്കും. പൂച്ചയില്ലല്ലോ. പൂച്ചയില്ലേ? ഇവിടെ മീനിനെ പൂച്ച പിടിച്ച പൂച്ച ഇവിടെ നിൽക്കും. അത് അതിന്റെ പാട്ടിന് പോയി കാണും. മുതലാളി ആഴക്കടലിൽ മുങ്ങാൻ കുഴിയിടാൻ പോയി. ഇവിടെ ഇരിക്കുന്ന മീനൊക്കെ മുതലാളി സ്വന്തമായിട്ട് പിടിച്ചോണ്ട് വരുന്നതല്ലേ. അയ്യോ, സ്കൂബ ഡൈവിംഗിൽ അഗ്രഗണ്യനാ എന്റെ മുതലാളി. ഇതും കൂടി 52ാമത്തെ പ്രാവശ്യമാണ് നീ ഞങ്ങളുടെ വലയിൽ വന്ന് കൊടുക്കണത്. ഇവരെ പേടിച്ചിട്ട് ഇപ്പൊ കടലിൽ വലയിടാൻ പറ്റണേ. അതെന്താന്നറിയാവോ? ജലോപരിതലത്തിൽ എന്താ ജലോപരിതലത്തിലേ കുമ്പളം വരുമോന്ന് പേടിച്ചു. എടാ, അതാണ് പറഞ്ഞത്. വല വീശാൻ പറ്റുന്നില്ല. ചൂണ്ട ഇട്ട് കഴിഞ്ഞാൽ അതിലും കയറി കൊളത്തു ഈ പിശാചി. മേലാല് നീന്തല് പഠിക്കാതെ കടലിൽ ഇറങ്ങിയ നെഞ്ചത്തു കൂടി ബോട്ട് കയറ്റി ഞാൻ കൊല്ലും. വെള്ളത്തിനടി വെച്ച് ബോട്ട് കയറ്റി കൊല്ലാൻ പറ്റത്തില്ലല്ലോ. എടാ, ഇവിടെ ഇഷ്ടം പോലെ മീനുണ്ടല്ലോടാ. പിന്നെ നീ എന്ത് പിടിക്കാനായി കടലിലോട്ട് വന്നത്? അത്യാഗ്രഹം അത്യാഗ്രഹം. അതാ പറഞ്ഞത്, നായ നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കുള്ളൂ. പൂച്ച എന്നാ സ്ട്രോ ഇട്ടാ കുടിക്കുന്നേ. നിന്റെ ഈ പൂടാ ഡൈവിംഗ് കൂടാ ഡൈവ് അല്ലടേ, സ്കൂടാ ഡൈവ്. സ്കൂബാ ഡൈവ്. നിന്നെ എടുത്തോളടാ. എന്നെ എടുക്കുമ്പോഴേ തോളെ കയറ്റി ഇവിടെ എല്ലാം കൊണ്ട് കറക്കി കാട്ടി. വേണ്ട, ഒന്നുമില്ല. പോട്ടെ. വല്ല കാര്യമുണ്ടാ കടലിൽ കിടന്ന് വെള്ളം കുടിക്കാൻ? ഇങ്ങനെ നടക്കുന്നത്? കടലിന്റെ അഗാധ തലങ്ങളിൽ ഊളിയിട്ട് നടന്നപ്പോൾ ആരോ ചൂണ്ടയിട്ടു. അത് അസ്ഥാനത്ത് എവിടെയോ കൊണ്ടുപോകും. നീ എത്ര മണിക്കാണ് കട തുറന്നത്? 10 മണിക്ക്. 10 മണിക്കോ? നിന്നോട് 9 മണിക്ക് കട തുറക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ ഇന്നലെ ഒരു സിനിമ കാണാൻ പോയിരുന്നു. ഏത് സിനിമയ്ക്ക്? ബൊഗൈൻവില്ല. പുകയുന്നില്ലെങ്കിൽ ഇത്തിരി കുന്തരയ്ക്ക് വിട്ട് കത്തിച്ചോടും. നല്ലപോലെ പുകയും. അതല്ല, സിനിമയുടെ പേരാ ബൊഗൈൻവില്ല. നല്ല സൂപ്പർ സിനിമ. സിനിമ കണ്ടു നടന്നോണ്ടല്ലോ നിന്റെ ചുവക്കിലടിച്ച് ഞാൻ പോയിക്കും. ഒരു സിനിമ ഉത്തരവാദിത്തമാണോ? ഉത്തരവാദിത്തം. ആരുടെ അത്? ഞാൻ പേടിച്ചു പോയി. ആരാ? സത്യം പറ, നീ ഇവിടെ വല്ല കുരുനഗരിയും കാണിച്ചോ? ഒന്നും ചെയ്തില്ല. അല്ല, ഇയാളെ ഇവിടെ കണ്ട് പരിചയമില്ലല്ലോ. ഞാനും ആലോചിക്കുന്നത്. നീ ഒന്നുകൂടെ ഓർത്തു നോക്കി, നീ എന്തേലും അബദ്ധം കാണിച്ചോന്ന്. ഒന്നുമില്ലെന്ന്. അതെ, രാവിലെ 10 മണിക്ക് തുറന്നല്ലോ നീ. തുറന്നു. വല്ല കച്ചവടം നടന്നായിരുന്നോ? എവിടെ? ഒരു പട്ടി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. അതാണ് ഈ കുന്ത അടച്ചിട്ട് ചന്ത വല്ല മീൻ കച്ചവടം ചെയ്യാന്ന് ആലോചിക്കുമായിരുന്നു. വെറുതെ തുറന്നു വെച്ചേക്കാണ്, വെറുതെ. പിന്നെ എന്റെ അച്ഛന്റെ അവസാനത്തെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇപ്പോഴും തുറന്നു വെച്ചേക്കുന്നത്. എന്റെ അച്ഛൻ എന്താണ് അവസാനമായിട്ട് പറഞ്ഞതെന്ന് നിനക്കറിയാമോ? അറിയാം. എന്താണ്? അതെന്താ ഇങ്ങനെ? എന്റെ അച്ഛൻ കായലി മുങ്ങിയില്ലാത്തത്. അണ്ണാക്കി വെള്ളം കയറി ആരാലും ഇങ്ങനെ പറയുള്ളൂ. അതാണോ പറഞ്ഞത്? അച്ഛൻ ചാവുമ്പോ എന്നോട് പറഞ്ഞത് ഈ കട അന്തസ്സോടെ നീ നോക്കി നടത്തണമെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അതിനൊരു കാര്യമുണ്ട്. ഇപ്പൊ ഈ കളർ മീനൊന്നും പിള്ളേർക്കൊന്നും താല്പര്യമില്ല. പിന്നെ ഏത് മീനിനോടാണ് താല്പര്യം? നമുക്ക് അരുണെ കൊണ്ടുവരണം. അതൊക്കെ നടക്കുന്ന കാര്യമാണോ? ബ്ലാക്കിൽ വിൽക്കാന്ന്. ബ്ലാക്കിൽ വിറ്റ കേസാകുന്നു. ദേവസ്വം ബോർഡ് പറഞ്ഞാൽ എന്തോ വിഷയമാവെന്ന് അറിയാവുന്ന. ദേവസ്വം ബോർഡോ? പിന്നെ ശബരിമല വിൽക്കേണ്ട അരമണ ഇവിടെ കൊണ്ട് ബ്ലാക്കിൽ വിറ്റ് കഴിഞ്ഞാൽ കേസെടുക്കത്തില്ലേ? അരവണ അല്ലെന്നാ. പിന്നെ അരുവാണ്. അത് മീനാണ്. അരണ മീനാണെന്നോ? നീ ആരോടാ ഈ പറയുന്നത്? അണ്ണാ വെറുതെ അല്ല ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തത്. അരണയല്ല, അരോണ. എന്ന് വെച്ചാൽ ഇന്തോനേഷ്യയിലെ ശുദ്ധജല തടാകത്തിൽ വളരുന്ന ഒരു മത്സ്യമാണ് ഈ അരോണ. അത് നമുക്ക് കൊണ്ടുവരണം. എടാ സാമദ്രോഹി, അത് എങ്ങാണ്ടൊരു ദേശത്ത് ശുദ്ധജലം കുടിച്ചെങ്കിലും അത് ജീവിക്കുകയാണ്. ഇങ്ങോട്ട് കൊണ്ടുവന്ന് അതിനെ എന്തിനാണ് പട്ടിണിക്ക് കൊല്ലുന്നത്? അത് അവിടെ ശുദ്ധജലം കുടിച്ച് ജീവിച്ചോട്ടെ.
അയ്യോ നീ ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കി, എന്തെങ്കിലും പ്രശ്നം നിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ? അണ്ണ എന്റെ ബലമായ സംശയം ഇവിടെ മീൻ മേടിക്കാൻ വരുന്ന പിള്ളേരില്ലേ, ആ പിള്ളേരെ തട്ടിക്കൊണ്ടുപോകാൻ കറങ്ങി നടക്കുന്ന കിഡ്നാപ്പ് സംഘമാണ്. എനിക്ക് വേറൊരു സംശയമാണ് തോന്നുന്നത്. ആളിനെ കണ്ടിട്ട് കുറുവ സംഘമാണെന്ന് തോന്നുന്നു. ഇതുപോലെ പകൽ കറങ്ങി നടന്നിട്ട് രാത്രി വന്ന് മോട്ടിക്കാനുള്ള പരിപാടി അതിനിവിടെ കിഴങ്ങിയിരിക്കുന്നു. പിന്നെ അണ്ണാ നമുക്ക് കടയൊക്കെ ഒന്നുകൂടെ ഒന്ന് മോടി പിടിപ്പിക്കണം. എങ്ങനെ എന്ന് വെച്ചാൽ നമുക്ക് ഈ പിള്ളേരെയാണ് നമുക്ക് ആകർഷിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഈ കടലിൽ പോയിട്ട് ഈ മീനല്ലാതെ കുറച്ച് വിചിത്ര ജീവികളെ കൂടെ കൊണ്ടുവരണം. വിചിത്ര ജീവി അതെന്താണ്? ഈ ഉദാഹരണത്തിന് ഈ നീരാളി. നീ ഈ കട പൂട്ടിക്കാനാണോ നിന്റെ ഉദ്ദേശം? എന്താ ഇവിടെ നീരാളിക്ക് എത്ര കൈ ഉണ്ടെന്നറിയോ? തീറ്റി കൊടുത്ത് ഞാൻ മുടിയും. കൈ നീട്ടി 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 ഞാൻ എവിടെ കൊണ്ട് ആഹാരം കൊടുക്കണം? ആഹാരം കൊടുക്കണം. മനസ്സിലായോ? വേറെ പ്രശ്നങ്ങളുണ്ട്. മണ്ടത്തരം പറയരുത്. വേറെ പ്രശ്നങ്ങളുണ്ട്. എന്താണ്? നീരാളിയെ കൊണ്ടുവരാൻ ഒക്കത്തില്ല. എന്താ? എക്സ്ട്രാ ഫിറ്റിംഗ്സ് എന്ന് പറഞ്ഞ MBD ഫൈൻ അടിക്കും. നീരാളി MBD ആയിട്ട് എന്താണ് ബന്ധം? കൊന്നുകളെ നിന്നെ ഞാൻ മേളത്തെ പെറ്റ് ഷോപ്പിലെ പട്ടിക്കെല്ലാം തീറ്റ കൊടുത്തായിരുന്നു. ഞാൻ മറന്നു വേണ. എടാ ഏതൊക്കെ രാജ്യത്തു നിന്ന് ഞാൻ ഇറക്കുമതി ചെയ്ത വിവിധ തരം ബ്രീഡുകളാണ്. ചന്തയിൽ കിടക്കുന്ന ചാവാലി പട്ടികളെ കൊണ്ടുവന്ന് വാല് കെട്ടി ചെവിയും വലിച്ചു കിട്ടി ഗോവർമാരെന്ന് പറഞ്ഞല്ലേ നിങ്ങൾ കച്ചവടം അടിക്കുന്നു. നാട്ടുകാരെ അറിയുമ്പോ പഠിച്ചോളും. ഹലോ എക്സ്ക്യൂസ് മീ, അക്വേറിയം അല്ലേ? റേഷൻ കടയാണ്. അപ്പൊ നിങ്ങള് സപ്ലൈ ഓഫീസർ. ഇൻഫെക്ഷൻ വന്നതാണ്. ഓ സോറി സർ. അയ്യോ ഓട്ടറ വട്ടാൻ ചേച്ചി അക്കോറിയാണ്. അക്വേറിയാണോ? മീനൊക്കെ കിടക്കും. അയ്യോ അതാ എനിക്ക് തോന്നി. സോറി. ഈ ഇത്രയും സാമാനം അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് പറയാ തോന്നുന്നതേ ഉള്ളൂ. അല്ല നിങ്ങൾ റേഷൻ കടയാന്ന് പറഞ്ഞപ്പോ എനിക്ക് കൺഫ്യൂഷൻ ആയി പോയി. ലാബ് ഉണ്ടോ? ലാബ് വരൂ. ഇപ്പൊ ഇങ്ങോട്ട് വന്ന വഴിയില്ലേ, അവിടുന്ന് പുറകോട്ട് ഒരു 50 മീറ്റർ നടക്കുക. ആദ്യത്തെ ഇടത്തോട്ടുള്ള വഴിയുടെ തൊട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന കെട്ടിടത്തിലാണ് ലാബ് സ്ഥിതി ചെയ്യുന്നത്. ലാബ് രക്തം കഫം മലം. അയ്യോ ലാബ് അല്ലടോ പട്ടി. എന്റെ കടയിൽ വന്ന് എന്നെ പട്ടി എന്ന് വിളിക്കുന്നു പെണ്ണുപിള്ള. അയ്യോ അതല്ല ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കണം. പട്ടിന്ന് വിളിച്ചതല്ല, ലാബ് ഡോഗ് ഉണ്ടോന്ന്. അതെന്താ അത്? എനിക്കറിഞ്ഞൂടാ. എന്റെ ഫ്രണ്ടിൽ ഒരു പട്ടി കിടക്കുന്നുണ്ട് ആ ലാബിന്റെ ഫ്രണ്ടില്. കുഴപ്പമില്ല. ജർമ്മൻ ഷിപ്പേഡ്. നിങ്ങൾ ഈ കേരളത്തിൽ വന്നിട്ട് എന്ത് വിഡിത്തരമാണ് ഈ പറയുന്നത്? ഇവിടെ ജർമ്മൻ ഷിപ്പ്യാർഡല്ല, കൊച്ചിൻ ഷിപ്പ്യാർഡല്ല തൊട്ടടുത്ത. അതല്ല ഞാൻ പട്ടി ഉണ്ടോന്ന് ചോദിച്ചത്. പോട്ടെ, ഡാഷ് ഉണ്ടാവോ? ഒരുപാട് ഡാഷ് ഉണ്ടായിരുന്നു, എല്ലാം ഞാൻ പൂരിപ്പിച്ചു. ഇത് പെറ്റ് ഷോപ്പ് തന്നെയല്ലേ? അതെ. അറ്റ്ലീസ്റ്റ് ബീഗിൾ ഉണ്ടാവോ? ഉണ്ടാവണം. ഉണ്ടാവും. ഒരു പീസ് കാണണം. ഉണ്ടോ? ഇവിടെ ബീഗിൾ ഉണ്ടോ? ഉണ്ടായിരുന്നു. ഷോ ഞാൻ എത്ര അന്വേഷിച്ചെന്നറിയോ? എന്റെ ജീവനാ ബീഗിള്. ആ നല്ല ഭംഗിയാ കാണാൻ, 3 കളറൊക്കെ ആയിട്ട്. ചെവിയൊക്കെ എങ്ങനെ തൂങ്ങി? ഷോ ഞാൻ അന്വേഷിച്ച് നടക്കായിരുന്നു ബീഗിളിനെ. എനിക്ക് ഭയങ്കര ഇഷ്ടാ. ക്ഷമിക്കണം, ഒരു ബീഗിൾ ഉണ്ടായിരുന്നു. ഈ പിഴച്ചവൻ എങ്ങാണ്ട് കൊണ്ട് കളഞ്ഞതാ. തൽക്കാലം ഞാനൊരു ഊത്ത് തരാം. ഇത് മതിയോ? നല്ല സൗണ്ടാണ്. റോഡ് വീലർ ചോദിക്കാഞ്ഞത് ഭാഗ്യം. ഇല്ലെങ്കിൽ ഇയാളെങ്ങാനും റോഡർ ഇവിടെ കൊണ്ടുവന്ന് എന്റെ തലക്കകത്ത് കൂടെ കയറ്റി ഇറക്കിയാനെ. ആ ശരിയാ, വേണ്ട. പട്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഗോൾഡ് ഫിഷ്. കുറെ നേരം കൊണ്ട് സംസാരിക്കുന്നു. ഞാനത് അത്ര വൃത്തികെട്ട ആളാണോ? ഇവിടെ ഇരിക്കുന്നതെല്ലാം ഫ്രഷ് ഫിഷ് ആണ്. ഓൾഡ് ഫിഷ് ഒന്നും ഇവിടെ ഇരിപ്പില്ല. ഇത് ഐസിട്ട് വെക്ക് വിരിക്കാനത് ചന്തയൊന്നും അല്ല. ഇത് ഗോൾഡ് ഫിഷ് അല്ല, ഗോൾഡ്. നല്ല സ്വർണ്ണ കളറായിട്ട് ഗോൾഡ് ഫിഷ് ഉണ്ടാവും. ഗോൾഡ് ഫിഷ് ആണ് അത് പറയണ്ടേ? ഗോൾഡ് ഫിഷ് ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അത് ഈ ഒറിജിനൽ ആണോ എന്ന് എങ്ങനെ അറിയാം? അത് ഈ പണം എടുക്കുന്ന കടയില്ലേ, അവിടെ കൊണ്ടുപോയി ഉരച്ചു നോക്കിയാൽ മതി. അപ്പൊ ഒറിജിനൽ അല്ലെങ്കിൽ മുക്കുമണ്ടം പണയം വെച്ചാൽ അകത്തിടും പിടിച്ചു. അയ്യോ വെറുതെ അല്ലടോ തന്റെ അക്വേറിയത്തിൽ ഒരു പട്ടി പോലും കയറാത്തത്. ഇവിടെ വരുന്ന പട്ടികളാണ് ആ ചമാലി ചെവി മുറിച്ച് മേളിട്ടേക്കുന്നത്. തൊഴിലാളിയും കൊള്ളാം, മുതലാളിയും കൊള്ളാം. നല്ലൊരു അക്വേറിയം. എന്താ? അയ്യ എന്തൊരു അഹങ്കാരോടാ പെണ്ണുപിള്ള. ഈ ചെറിയ കുപ്പിയില് ഓടി കളിക്കുന്ന ഒരു കുഞ്ഞു മീനില്ലേ, അതിന്റെ പേരെന്തുവാ? എപ്പയ്ക്ക് എന്തുവാ വില? എത്രയായാൽ നിനക്കെന്താടാ?
മനുഷ്യനെ 3-4 തവണ ഒന്ന് പേടിപ്പിച്ചു മാറി. അണ്ണ എന്തിനാ അവനെ അടിച്ചേ? നീ അങ്ങോട്ട് നോക്കടാ. എന്തോ അത്? എന്റെ ഉയരെഴിഞ്ഞാണ് പോകുന്നത്. മാറി വന്നത് കാരണം മനുഷ്യനെ പേടിപ്പിക്കുന്നു. ഇതിന്റെ സംഭവം എന്തെന്നറിയാമോ? എന്ത്? ഈ വലിയ ശരീരമുള്ളവരൊക്കെ ഇല്ലേ, അവരൊക്കെ ഉള്ളിൽ വെറും പാവങ്ങളാണ്. ആര് പറഞ്ഞു? അന്നെന്ന് പിന്നെ ഉദാഹരണത്തിന് ഒരാളിരിക്കുന്നു, പാവമാണ്. അതെങ്ങനെ നിനക്കറിയാം? എനിക്കറിയാം, ഞാൻ പുള്ളിയുടെ സിനിമയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയെ. ഞാൻ ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ. ഓക്കെ ചെല്ല. ഞാൻ ഇപ്പൊ കാണിച്ചാലല്ലോ വെറും പാവണം, എനിക്കറിയാം. അതെ, ഞാനീ സിനിമയൊക്കെ കാണും എല്ലാം. മാറി ഒത്തിരി എടുത്തു പോകണ്ട. ഇല്ല കുഴപ്പമില്ല, പാവന്ന് വെച്ച് വെട്ടിത്തരി. സിനിമ ഒക്കെ കാണും. ഗോപിയല്ലേ പെരപ്പങ്കോടുള്ള? റേഷൻ കട നടത്തണം, ഞാൻ നോബി. ഇതെന്തോന്നു? ആ, എടുത്തോ. നോക്കട്ടെ, ആല. നമ്മൾ എടുത്തോടൊന്നും പോകില്ലല്ലോ. സുഹൃത്തേ, നമ്മളെ സാധനം അല്ല നോക്കിട്ടൊക്കെ തരാം. അല്ലല്ല, അതെന്തിനാ? നിങ്ങൾ ഗൾഫിലൊക്കെ പോയി, അല്ല, അതെന്തിനാ? അല്ല നിങ്ങൾ ട്രിപ്പിനൊക്കെ പോകുന്നില്ല, ഇത് നമ്മളൊന്നും നമ്മളെ എന്റെ കുറെ ആവശ്യമുള്ള സാധനങ്ങള് അത് ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. കണ്ടിട്ടൊക്കെ തരാം. എന്തൊരു ഇപ്പോഴും കുപ്പി, ആ ബിസ്ക്കറ്റ്, പാൽപ്പൊടി. പാൽപ്പടി എന്തിനാ 4 മണിക്ക് തിന്നാനാണോ? അത് ഉപ്പായിരിക്കും. അണ്ണാ പൂരവ് കാച്ചിയത്. ഊരവോ? അതെന്താ? ഇതെന്തോന്ന്? പാപ്പം. ഇതന്നെ. അതെ, വേറെ നല്ല സാധനം വല്ലതും ഒക്കെ മേടിച്ച് തിന്ന്. കൊടുത്തിട്ട് പോ ചേട്ടാ, കൊടുത്തിട്ട് പോ. അല്ല വേറെ പുള്ളി മേടിച്ചു നല്ല ഇതൊക്കെയാണ്. കരയും, കരയുന്നു? കുറച്ചു കരയും. ആ കരയൊക്കെ നിങ്ങൾ വല്ലതും മേടിച്ചു കൊടുക്കും. ആവശ്യമില്ല, ഇതൊക്കെയാണ് നല്ല വല്ലതും ഒക്കെ വേണമെങ്കിൽ മേടിച്ചു. ആടാടാ. തമാശ കളിച്ചല്ലേ, ഞാൻ പറഞ്ഞില്ലേ ഓടിക്കോടാ. ഓടിക്കോടുന്നു. എന്താ ഇതിന്റെ ചോദ്യം? തമാശ കളിച്ചല്ലേ മിണ്ടാലും കാര്യത്തിന് തമാശ പറഞ്ഞല്ലേ. ചേട്ടാ വേണ്ട, ഞാൻ ചുമ്മാ വാടയാണ്. വെറുതെ. രാവിലത്തെ ചായയോടെ തന്നെ 2 ബിസ്ക്കറ്റ് തന്നിട്ടുണ്ട്. അയ്യേ, ആ പാൽക്കൊപ്പി ഏറ്റല്ലേ ചേച്ചിരുന്നു.